ഹായ് ആൾ, ഇന്ന് 6-ാമത്തെ ദിവസമാണ്. ഇന്ന് ജൈടെക്സ് ഒന്നുമില്ല. ഇന്നത്തെ മെയിൻ പരിപാടി ട്രിപ്പിംഗ് ആണ്. ബട്ട് കറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു S24 Ultra വാങ്ങണം എൻ്റെ ഒരു ചേട്ടന്. അപ്പോൾ ചേട്ടന് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുക്കണമല്ല, ചേട്ടൻ പൈസ ഒന്നും ഇട്ടിട്ട്. അപ്പോൾ ഇവിടെ നല്ല വിലവറുണ്ട്, 50,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മെട്രോ കയറി വരിക. മുൻപത്തെ എപ്പിസോഡിൽ വന്നിട്ടുള്ള സെയിം സ്ഥലമാണ്. അൽഗുഹൈർ ഗ്രീൻ ലൈനിലുള്ള ഇതാണ്, മെട്രോ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് വേണം സ്ഥലത്ത് പോകാൻ. അന്ന് പോയത് എവറസ്റ്റിലാണ്. എവറസ്റ്റിൽ തന്നെയാണ് പോകുന്നത്. അവരുടെ തന്നെ വേറൊരു സ്റ്റോറുണ്ട് ക്ലിക്ക് പോയിന്റിൽ. ബട്ട് അത് മെട്രോയിൽ പോകാൻ കുറച്ച് പാടാണ്. മറ്റേ ഉബറിന്റെ റെസ്ട്രിക്ഷൻ അല്ലല്ലോ. അപ്പോൾ ഇവിടെ അൽഗുഹൈറിൽ വന്നു, S24 Ultra വാങ്ങി തിരിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. വന്ന വഴിയിൽ പോയ വഴിയിൽ നമ്മൾ അവിടെ ഇരുന്നൊരു സ്കൂട്ടി ട്രൈ ചെയ്തു, ഇലക്ട്രിക് ബൈക്ക്. ഒരു 56 മിനിറ്റ് ചിലവാക്കി. 56 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 മിനിറ്റ് 1 ദിർഹവും അൺലോക്ക് ചെയ്യണതിന് 3 ദിർഹം വെച്ചാൽ. അപ്പോൾ എല്ലാം കൂടെ ടോട്ടൽ 59 ദിർഹമായി, 56 ദിർഹമായി. ബട്ട് വർത്താ, കാരണം പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഒരു ഇതാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ വോട്ട് ചെയ്യൽ കുറേ ഭാഗമൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ. ഇവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ട് ഈ ബൈക്ക് കൊണ്ടുപോകാൻ. ഈ ചെറിയ സ്കൂട്ടി പോലത്തെ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ വണ്ടി ഓടത്തില്ല. നമ്മൾ മോസ്റ്റ്ലി പോയ വഴി മൊത്തം റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ കാര്യം നടന്നില്ല. മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി ഫ്രെയിംസിലോട്ട് പോകും, ദുബായ് ഫ്രെയിംസ്. അതിന് മുമ്പ് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇവിടെ സൂം പൂജിയോ അങ്ങനെ എന്തോ ഒരു സൂം എന്ന് പറഞ്ഞൊരു കട, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇൻസ്റ്റൻറ്റ് ഫുഡാണ്. ഇതവിടെ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ അവിടെ തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെടുത്ത് അവർക്ക് കൊടുത്താൽ അവർ ഈ മൈക്രോവേവനിൽ വയ്ക്കാൻ പറയും. മൈക്രോവേവനിൽ വെച്ച് 1-2 മിനിറ്റ് സെറ്റ് ചെയ്താൽ മാത്രം മതി. സാധനം എന്താ ഇതുപോലെ റെഡിയായി കിട്ടും. നല്ല ചൂടായിട്ട് കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബീഫിൻ്റെ എന്തോ ആണ് ഐറ്റം. ഗ്രേവിയും കൊള്ളാം. സൂപ്പ് പോലെ ഉണ്ട് നമ്മളവിടത്തേക്ക്. നല്ല സോഫ്റ്റ് ബീഫ്. അടുത്തിനി ദുബായ് ഫ്രെയിംസിലോട്ട് പോകാൻ വേണ്ടി ട്രിപ്പ് ബുക്ക് ചെയ്തു. അപ്പോൾ വരേണ്ടതാണ്. ടാക്സി നമ്മളെ വണ്ടി വന്നു എന്ന് തോന്നുന്നു. മാക്സിൽ നിന്ന് ടാക്സി വിളിച്ച് വന്നു. 13 ദിർഹമായി ടാക്സിക്ക്. ഇതാണ് മോനെ ദുബായ് ഫ്രെയിം. ഇതിലെ കൂടെയൊക്കെ നടന്നു പോകാൻ പറ്റും. ആ അടിഭാഗം കാണില്ലേ എവിടെ. ഇത് നേരത്തെ കൂട്ടി ഇതിൻ്റെ ടിക്കറ്റ് എടുക്കണം. ഇവിടുത്തെ ടിക്കറ്റ് അല്ലാതെ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ടിക്കറ്റ് എടുക്കാതെ ഇവിടെ വരാം, പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാം. പക്ഷെ അകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് വേണം. ടിക്കറ്റ് എടുക്കണമെങ്കിൽ അവിടെ ആ വലിയ ക്യൂ നിൽക്കണം. നമ്മൾ ആൾറെഡി റിസർവ് ചെയ്തിട്ട് വന്നതുകൊണ്ട് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് ദുബായ് ഫ്രെയിം കാണാം. കണ്ടില്ലേ, ഇത് അടിപൊളിയാണ്. നമുക്ക് ഈ ഏരിയ തന്നെ നല്ല വൈബാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ക്ലിക്കും കൂടെ എടുത്തിട്ട് അങ്ങോട്ട് പോവാം. ഇവിടെ തലാവത്തിൻ്റെ ഒരു വാട്ടർ റീഫിൽ ചെയ്യാനുള്ള ഒരു ദുബായ് ക്യാൻ എന്ന് പറഞ്ഞൊരു സസ്റ്റൈനബിലിറ്റി ഇനിഷ്യേറ്റീവ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വാട്ടർ റീഫിൽ ചെയ്യാൻ പോവാം. അവിടെ നിന്ന് കൊണ്ടുവന്ന കുപ്പിയിൽ നമ്മൾ കയ്യിലിരുന്നാൽ തീർന്നു.
ഇവിടെ സെൻസറുണ്ട്, ഇവിടെ പിടിച്ചാൽ മതി. പിടിക്കണമെന്നില്ല, നമ്മൾ കുപ്പി കൊണ്ട് ഇപ്പം വലിയ ഹോളുള്ള കുപ്പിയൊക്കെ ആണെങ്കിൽ മുകളിലോട്ടൊന്ന് തപ്പിയാൽ മതിയല്ല, പൊക്കി പിടിച്ചാൽ മതി. അപ്പോൾ കൈയുടെ അത് കൊണ്ട് തന്നെ അതങ്ങ് ആയിക്കോളും. നല്ല വൈബ് ഏരിയ കേട്ടോ. രണ്ട് സൈഡും മരമൊക്കെ വെച്ച്, വേറെ തരം മരമാണ്, പുളിയുടെ ഇല പോലെ ഉണ്ട്. ഏരിയ ഫുള്ള് നല്ല ഗ്രീനറി ആയിട്ടുണ്ട്. ഈ വെയിലിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പുണ്ട്. നമ്മളവിടെ വെച്ച് നോക്കുമ്പോൾ ഇത് സ്റ്റിൽ ചൂടാണ്, പക്ഷേ ഇവിടുത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ പിന്നെ എന്താ അടിപൊളി ബിൽഡിങ്. ഇതിനകത്തോട്ടൊരു ഫ്ലൈറ്റ് വേണമെങ്കിൽ പോകും. ഫ്ലൈറ്റ് പോയില്ല, ഒരു ഹെലികോപ്റ്ററിന് പോകുമ്പോൾ. ദുബായ് ഫ്രെയിമിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കയറിയ ഓൾഡ് ദുബായും കാണാം, മറ്റൊരറ്റത്ത് ന്യൂ ദുബായ്, ഈ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ദുബായും കാണാം. കാണാൻ നല്ല വലിയ ബിൽഡിങ്ങാണ് കേട്ടോ. ഒരാളുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ കണ്ടില്ലേ, അത് നല്ല ഹൈറ്റുണ്ടത്. ഒരു നല്ല ബിൽഡിങ്ങുകളുടെ ഹൈറ്റല്ല ഈ താഴെ ഉള്ളത്, താഴത്ത് തന്നെ നല്ല ഹൈറ്റുണ്ട്. അപ്പോൾ മുകളിലത്തെ കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. വലിയ തിരക്കില്ല, ഇനി അകത്തെങ്ങനെയാണെന്ന് കണ്ടറിയണം. ഫ്രെയിംസിൻ്റെ തൊട്ട് താഴെ ഫ്രെയിംസ് കാണണമെങ്കിൽ ഇത് ഇങ്ങനെ നോക്കണം. ഇങ്ങനെ നോക്കിയാലേ ഏറ്റവും ടോപ്പ് കാണാൻ പറ്റും. ചരിച്ച് നിന്ന് ഇങ്ങനെ നോക്കണം, അത്ര പൊക്കമുണ്ട്. നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ, മറ്റല്ല ഗോൾഡ് വല്ലാണോ? അല്ല പെയിൻ്റാ, പക്ഷെ നല്ല ഗ്ലേസിംഗ് ഉണ്ട്. ഇവിടെയൊക്കെ ഒരു മാർബിൾ ഫിനിഷാണ്. മരങ്ങളിലെല്ലാം ഓരോ ടാഗ് ഉണ്ട് കേട്ടോ. എന്തിനാണെന്ന് അറിയത്തില്ല, റെപ്രസെൻറ്റേഷന് വേണ്ടി എല്ലാം ആയിരിക്കാം. സ്കാനിങ് കഴിഞ്ഞു, എൻട്രി. ഈ ക്ലോസപ്പിൻ്റെ പരസ്യത്തിലുള്ള പോലത്തെ കറങ്ങണ സാധനം, എന്തോ വല്ലാത്തൊരു മണം ഇതിൻ്റെ അകത്ത്. ഇവിടെ വെച്ച് ഇവരൊരു ഫോട്ടോഷൂട്ടിങ് നടത്തി, അതിൻ്റെ ഫ്രണ്ടിൽ നടത്തി, എന്നിട്ടൊരു കോഡ് തന്നു. ഇനി ഇത് എൻ്റെ കൗണ്ടറിൽ വല്ല ഇത് ഫോട്ടോ അവിടെ കാണിക്കുമായിരിക്കും, അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങണം, അങ്ങനെ എന്തോ ആയിരിക്കും. അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സാധനം കിടന്ന് ഇങ്ങനെ അനങ്ങണുണ്ട്, നല്ല രസം. വെറുതെ തൂക്കിയിട്ടിരിക്കണല്ല. ഫസ്റ്റ് കണ്ടപ്പോൾ വെറുതെ തൂക്കിയിട്ടിരിക്കണമെന്നാണ് വിചാരിച്ചത്. ഇവിടെ ഓരോ ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊരു ഫോഗ് പോലത്തെ ഒരു സാധനം വരണമുണ്ട്. ഷെയ്ഖ് റഷീദ് ബിൻ സായിദ്, ആ പുള്ളിയുടെ ഒരു കോട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ദ വർത്തി മാൻ ഈസ് ദ വൺ ഹൂ വർക്ക് ഫോർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ഹിസ് കൺട്രി ആൻഡ് ആഡ്സ് ന്യൂ ഗ്ലോറീസ് ടു ദി അച്ചീവ്മെൻറ്റ്സ് ബൈ ഹിസ് ഫോർഫാദേഴ്സ്. ഈ ഏരിയയൊക്കെ അടിപൊളിയാണ് കേട്ടോ. മൈ ഗോഡ്, ഇപ്പോൾ സ്ക്രീനായിരുന്നു. സ്ക്രീനിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. വലുതായിട്ടൊന്നുമില്ല, ഒരു മരുഭൂമി. അതിലൂടെ ഒരാൾ നേരത്തെ നടക്കണത് കാണിച്ചായിരുന്നു. ഇവിടെ ഒരു പഴയ വിൻറ്റേജ് ലുക്കിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഏരിയാസ്. പണ്ടത്തെ ഈ ദുബായ് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അവിടുത്തെ ഓരോ കാര്യങ്ങളും ഇവിടെ പണ്ടത്തെ ഓരോ കാര്യങ്ങൾ. ഡു നോട്ട് ക്രോസ് ദ ലൈൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പുറത്തുനിന്ന് ഒരാൾ കുക്ക് ചെയ്യണ രീതിയിലൊക്കെ ഡിസ്പ്ലേ ആണ്, ബട്ട്
പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന സാധനങ്ങളാണ് കേട്ടോ ഇത്. ഇവിടെ പിള്ളേർ പാടുന്നതും കൈയടിച്ച് പാടുന്നതൊക്കെ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. കരിക്കട്ട ഇതൊക്കെ ചെയ്യുന്നതാണ്. ഈ ഏരിയ ഒക്കെ കുറച്ച് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ പല പല റൂമുകൾ പോലെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. തയ്യൽ മിഷൻ, അതിൻ്റെ സൗണ്ടുകൾ. ഏരിയ മൊത്തം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് കേട്ടോ. പണ്ട് ചെയ്തിരുന്ന ഓരോ കാര്യങ്ങൾ. ഫർദ ഇരിക്കാം, ഫർദ ഫാബ്രിക്സ്. അതൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഫർദ ഫാബ്രിക്സ് എന്ന് എഴുതിയിരിക്കണേ. അതിൻ്റെ ഓരോ മേക്കിങ്ങും കാര്യങ്ങളും അതിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പുറത്തെ സൈഡും അബ്ര ജനറൽ ട്രേഡ് എന്ന് പറഞ്ഞ് ഷോപ്സ് ആണെന്ന് തോന്നുന്നു. ഷോപ്സിലൊക്കെ അന്നത്തെ കാലത്ത് വിറ്റ് നിന്ന സാധനങ്ങളാണ്. വിൽക്കാൻ നിൽക്കുന്ന ഒരാളായിട്ട് ഇവിടെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്തു. ഇവിടെ അറബിയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ദ വേൾഡ് ഇമ്പോസിബിൾ ഈസ് നൗ പോസിബിൾ ഇൻ യു എ. ഇപ്പോൾ ഒരു ലിഫ്റ്റിലോട്ട് കയറി കേട്ടോ. ലെഫ്റ്റിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിൽ കൊണ്ടുപോകുമായിരിക്കും. നല്ല നൈസ് ലിഫ്റ്റ്. ലിഫ്റ്റിൽ കൂടെ കയറ്റി നമ്മൾ ഏറ്റവും മുകളിൽ കൊണ്ടുവന്നു. മുകളിൽ കൊണ്ടുവരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റണതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ അകത്ത് കണ്ടതെല്ലാം പഴയ കാര്യങ്ങളാണ്. അതായത് ഈ നാട്ടിൻ്റെ പണ്ടത്തെ കൾച്ചർ എന്തായിരുന്നു, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ കാര്യങ്ങൾ, പണ്ടത്തെ ഓരോ പ്ലാനുകൾ എങ്ങനെയായിരുന്നു, ബിൽഡിങ്ങുകൾ എങ്ങനെയായിരുന്നു, കടകൾ എങ്ങനെയായിരുന്നു, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. നമ്മൾ ലിഫ്റ്റിൽ കൂടെ കയറി വന്ന വഴി മൊത്തം ഇപ്പം എങ്ങനെയാണ്, അതൊരു സ്റ്റെപ്പിലോട്ട് പോകുന്ന രീതിയിൽ ഒറ്റ ലിഫ്റ്റിൽ എത്ര നില മുകളിലുണ്ടെന്ന് അറിയത്തില്ല. ബട്ട് പെട്ടെന്നെത്തി. അത്ര സ്പീഡിലുള്ള ലിഫ്റ്റാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ദുബായ് കാണാം. ഇവിടെ കാണുന്ന എല്ലാം ഓൾഡ് ദുബായാണ്. വേറൊരു സംഭവം കാണിച്ചു തരാം. ഇതിലേ നമ്മൾ അപ്പുറത്ത് പോയാൽ കാണുന്നതെല്ലാം ഇപ്പോൾ ഉള്ള മോഡേൺ ദുബായാണ്. വലിയ വലിയ ബിൽഡിങ്ങുകളും എല്ലാം ഉള്ളത്. ഈ രണ്ടുപേര് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കാണുന്നതെല്ലാം വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളുമാണ്, സ്കൈ സ്ക്രേപ്പേഴ്സും കാര്യങ്ങളും. അത് അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് ഓൾഡ് ദുബായ് ആണ്. പണ്ടത്തെ അതേ ഒരു എന്താണ് കൾച്ചറിൽ. ഇപ്പോൾ എല്ലാം അതുപോലെ അല്ലെങ്കിലും കുറേയൊക്കെ അതേ ഒരു ആർക്കിടെക്ചറിലും കാര്യങ്ങളിലും ചെയ്തിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളുമാണ് ഈ സൈഡുള്ളത്. അതുപോലെ തന്നെ ഓൾഡ് ദുബായും കാര്യങ്ങളും മറ്റേ ഗോൾഡ് സൗക്ക് ആ ഏരിയാസ് കുറേയൊക്കെ നമുക്കിവിടെ കാണാനും പറ്റും.
അതുമാത്രമല്ല ഇവിടെ വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്, ഗ്ലാസ് ബ്രിഡ്ജ് പോലെ. നേരത്തെ ഞാൻ കാണിച്ചില്ലേ, ആ ഗ്ലാസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഗ്ലാസ്സിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. ഉമ്മച്ചി, ഈ സ്ഥലം കണ്ടില്ലേ? ഇതിന്റെ മുകളിൽ കൂടെ നടക്കണത് തന്നെ ഒരു വല്ലാത്തൊരു ഇതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ഓണും ആവും കേട്ടോ. അതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സംഭവം. ഈ ദുബായ് ഫ്രെയിമിന്റെ മുകളിലെ നടുക്കത്തെ ഭാഗമാണ് കണ്ട, ഇത് ഓഫായി ഓണായി വരും. ഇതുപോലെ പൊട്ടിയാ താഴെ കിടക്ക് കേട്ടാ, ഒരു പൊടി പോലും കിട്ടത്തില്ല. അങ്ങനെയാണ് ദുബായ് ഫ്രെയിമിന്റെ താഴത്തേത്, ഇത് മുകളിൽ നിൽക്കണത്. ഒരു പൊടി പോലും കിട്ടത്തില്ല, അത്ര പൊക്കത്തില്ല. ഈ ഗ്ലാസ് വല്ലതും പൊട്ടിയാൽ ഉള്ള അവസ്ഥ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിലെ കൂടെ പോയി. താഴെ കാണാനും എനിക്ക് പൊക്കം, അത്യാവശ്യം പൊക്കം കണ്ടാൽ പേടിയാണ്. ഇവിടെ കൂടെ കാണുമ്പോൾ ഒരു പേടിയുണ്ട്, ഗ്ലാസ്സിൽ നിൽക്കുമ്പോഴും പേടിയുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഗ്ലാസ്സിനോടുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവത്തിലുള്ള വിശ്വാസം. നമ്മളെ നാട്ടിൽ ഇതുപോലെ കുറേ വരണം, വന്നാലേ എന്താ പറയുക, ടൂറിസം വലുതാവത്തുള്ളൂ. നമ്മളവിടെ ട്രിവാൻഡ്രത്ത് ഗ്ലാസ് ബ്രിഡ്ജ് ചെയ്ത് ഉദ്ഘാടനം നടന്നില്ല, അതിന് മുമ്പേ ഗ്ലാസ് പൊട്ടി. ഇങ്ങനെ നടക്കുന്ന സംഭവം എങ്ങനെ വിശ്വസിച്ച് ആൾക്കാർ കയറും? ഇതൊക്കെ കണ്ടില്ലേ, ഇവർ കോടികൾ ഇൻവെസ്റ്റും ചെയ്യുന്നുണ്ട്, ആൾക്കാർ ഇന്ന് നല്ല രീതിയിൽ വാങ്ങുന്നുമുണ്ട്. ഇവിടെ വരാൻ തന്നെ നല്ല ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്രെയിംസിന്റെ മുകളിൽ കച്ചവടം ഉണ്ട് കേട്ടോ. ഫുഡ് വേറൊന്നുമല്ല. മുകളിലും കുറച്ച് അടിപൊളി സംഭവങ്ങളുണ്ട് കേട്ടോ, ലൈറ്റും കാര്യങ്ങളും. ഇവിടെ ഒരു സൊവിനിയേഴ്സ് കൊടുക്കുന്ന ഒരു മെഷീനുണ്ട്. 10 ദിർഹമാണ്. 10 എന്ന് പറയുമ്പോൾ 200. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പൈസ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ളതിൽ ഇത് കറക്കി വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇത് കറക്കാനാണിത് പറയണത്. നോ ഐഡിയ വാട്ട് ടു ഡു. കറങ്ങുമ്പോൾ അതിൽ നിന്ന് ഉണ്ടായി വരണതാണ് എന്തോ. മുകളിൽ കുറേ എന്തൊക്കെ ഗോൾഡ് കോയിൻ പോലെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഈ കറക്കണത് വഴി അതുവഴി ഇറങ്ങി വന്നതാണ് കേട്ടോ. നമ്മൾ കറക്കുമ്പോഴേ ഇത് പ്രിൻ്റ് ആവുന്നത്. ഈ മുകളിൽ കിടക്കുന്ന അതേ കോയിനാണ്. ആ കോയിന് ഈ സോവനിയർ പോലെ അച്ചിലടിച്ചെടുക്കണതാണ് നമ്മൾ കറക്കണ സമയത്ത്. അതുപോലെ ഇവിടെ ഒരു മെഷീൻ ഉണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ഫോട്ടോ എടുത്താൽ ഈ രീതിയിലാക്കാൻ പറ്റും. അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കാം. ഇവിടെ ഒരു സംഭവം ഇരിക്കുന്നുണ്ട്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ എന്തെങ്കിലും എഴുതിയാൽ അതവിടെ കാണിക്കും. ജോബിൻ. അങ്ങനെ ദുബായ് ഫ്രെയിംസിൽ ജോബിന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ നോക്കട്ടെ പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെന്ന്. പോരാ. പോരാ, കട്ടിങ് വന്നു. ജോബ് മുകളിലും ഇന്ന് താഴെയും എഴുതാം. ഇപ്പം ഏകദേശം ഒത്ത് ചരിച്ച് എഴുതിയാലോ. ഇത് പെർഫെക്റ്റായി ഏകദേശം. ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്താൽ പെർഫെക്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഇത് പെർഫെക്റ്റ്. ഇവിടെ ഇപ്പം എക്സിറ്റ് ടു ദ ഫ്യൂച്ചർ എന്നാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെ നിന്ന് കയറി വന്ന സ്ഥലത്ത് കാണിച്ചിരുന്ന പാസ്റ്റാണ്. ഇവിടെ കണ്ടത് കറൻ്റ്ലി ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് കയറി പോകുമ്പോൾ താഴെ നമുക്ക് ഫ്യൂച്ചറിലുള്ള കുറേ കാര്യങ്ങളുടെ ഡെമോ ആയിരിക്കാം. നമ്മൾ ഈ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് ലോ ആൾട്ടിറ്റ്യൂഡിലോട്ട് വരുമ്പോൾ ചെവിയിൽ വരണ ആ ഒരു പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. ഇത് മൊത്തം ഒരു ഫ്യൂച്ചർ എന്നുള്ള രീതിയിലാണ്, ദുബായിയുടെ ഫ്യൂച്ചറാണ് ഇനി അങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ കാണുന്നതെല്ലാം ഒരു ഇലൂഷൻ പോലെ ഗ്ലാസ്സിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
ഇവിടെ ഒരു വലിയ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ഒരു ചുറ്റിനുമുള്ള ഒരു വ്യൂ. ഇതാണ് ഇവർ ദുബായിയുടെ ഫ്യൂച്ചറായിട്ട് ഇവർ കാണുന്നത്. ടർബൈൻസും പറക്കണ കാറുകളും 5-6 എന്താ ഈ മേൽപ്പാലങ്ങളും ഈ ഒരു രീതിയിൽ അവർ കാണുന്നതെന്ന് ഇവർ പറയുന്നത്. ഇവരുടെ വിഷൻ അങ്ങനെയാണ്. അക്വേറിയം, ഒബ്സർവേഷൻ പോട്ട്സ്. നമ്മളൊരു അക്വേറിയത്തിൽ നിൽക്കണ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. പക്ഷേ സൈഡിലും എല്ലായിടവും ഡിസ്പ്ലേ അല്ലേ. ത്രീ ഡി പ്രിന്റഡ് ബിൽഡിങ്സ്. ഇല്ല ഫ്ലോർ മൂവ് ചെയ്യുന്നില്ല, നമുക്ക് തോന്നുന്നതാണ്. ഇതോട്ട് നേരത്തെ നമ്മൾ കയറിയത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ദുബായിനെ കാണിക്കുന്നതാണ് ഇവർ. ഷേക്ക് സൈഡ് റോഡാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള. നമുക്ക് ഈ ഒരു വീഡിയോയിൽ എന്തോ ഒരു സംഭവം പറന്ന് നമ്മളിത് കാണിക്കുന്നത് പോലെയാണ് പോകുന്നത്. നമുക്കിവിടെ നിൽക്കുമ്പോൾ ഒരു പറക്കണ ആ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്, ഫ്ലോർ ചരിയും പോലെയും കാര്യങ്ങളും എല്ലാം. കാരണം ചുറ്റിനും നമുക്ക് ഡിസ്പ്ലേ ഉണ്ട്. ഡിസ്പ്ലേ മീൻസ് ഇത് ഒരു വൈറ്റ് സ്ക്രീനാണ്, ഒരു വൈറ്റ് ഇതാണ് നമ്മൾ തിയേറ്ററിലിരിക്കും പോലെ. ഇത് മൾട്ടിപ്പിൾ ഡിസ്പ്ലേ ഇതുണ്ട്, പ്രൊജക്ടേഴ്സ് ഉണ്ട്. ഈ പ്രൊജക്ടേഴ്സ് മെർജ് ചെയ്യുന്ന പ്രൊജക്ടേഴ്സിൽ ഇമേജ് ബ്ലെൻഡിങ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഒറ്റ ടൈം റൺ ചെയ്യുന്നതാണ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് പ്രീ റെൻഡേഡ് ആയിട്ട്. ഇന്നലെ ജൈടെക്സിൽ ഇതേപോലത്തെ ഒരു ടെക്നോളജി കണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് ഇപ്പോൾ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ ഒരു ചരിഞ്ഞിങ്ങോട്ട് കയറുമ്പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ട് ഇതിൻ്റെ അടിയിലോട്ട്. അവിടെ നിൽക്കുന്ന ചിലർക്ക് അത് അടുത്തുള്ളവരൊക്കെ കയ്യിലൊക്കെ പിടിക്കണം വീഴാതിരിക്കാൻ. ഇത് ട്രാൻസ്പോർട്ട് സൊല്യൂഷൻസിലേക്ക് അവർ കൊണ്ടുവന്ന ഓട്ടോമാറ്റഡ് കൊണ്ടുവന്നതല്ല, ഫ്യൂച്ചറിസ്റ്റിക് വിഷൻസ് ആണ് അവരുടെ. ഒരു ഏലിയനോ ആൻഡ്രോയിഡ് കുഞ്ഞപ്പം നടന്നു പോകുന്നു. ഹെൽത്ത് കെയറിൽ എന്തുവാണ്? ഇനി അങ്ങോട്ടെല്ലാം നമ്മൾ കവർ ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടടുത്ത് ഉള്ളത് കാണിച്ചു തരാം. ഇവിടെ നിൽക്കുമ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കണ്ടില്ലേ, ചുറ്റും ഡിസ്പ്ലേയാണ്. കറക്റ്റ് ഈ ഒരു അക്വേറിയത്തിൽ നിൽക്കും പോലെ തന്നെ ഉണ്ട്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ചിറങ്ങി പോയിക്കൊണ്ടിരിക്കാം. ഇനി അവിടെ ഒരു ക്യൂ ഉണ്ട്, എന്തിനാണെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നണം ആ ഫോട്ടോ എടുത്തത് ഫ്രെയിം കൊടുക്കാനോ നല്ലതായിരിക്കാം. വിചാരിച്ചത് ശരി തന്നെ. ഇത് മുമ്പെടുത്ത കുറേ ഫോട്ടോകളും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ദുബായ് ഫ്രെയിമിൻ്റെ സ്ട്രക്ചറിലും അതിൻ്റെ പുറകിൽ ആ സെയിം ഫോട്ടോസ് തന്നെ എഡിറ്റ് ചെയ്ത് വെച്ച കുറച്ച് ഇതൊക്കെ
ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കച്ചവടത്തിന് വെച്ചിരിക്കണായിരിക്കാം. അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തില്ലേ ഫോട്ടോസ്, അതാണ് ആൾക്കാരെല്ലാവരും ക്ലിക്ക് ചെയ്ത ഫോട്ടോസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇല്ല, നമ്മളെ ഫോട്ടോ ഉണ്ടാന്ന് നോക്കിയേ. അല്ല, ഇത് നമ്മൾ മുകളിൽ നിന്ന് ക്ലിക്ക് ചെയ്താ. സ്ക്രോൾ ഡൗൺ ചെയ്താൽ മതി. ഈ നമ്പർ പറഞ്ഞാൽ അവർ ചിലപ്പോൾ എടുത്ത് തരുമായിരിക്കും. വേണ്ട. അല്ലാതെ ഇവിടെ എന്തൊക്കെ ഇരിപ്പുണ്ട്. സെയിം സംഭവം തന്നെ. ഇവിടെ സാൻഡ് ആർട്ടും കാര്യങ്ങളും വെച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ പേര് വെച്ച് ചെയ്യുന്നത് ആണെങ്കിൽ 5 മിനിറ്റിൽ ചെയ്തു തരും എന്നാണ് പറയുന്നത്. ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അവർ. സാൻഡ് ആർട്ട് പല പല സ്ട്രക്ചറിൻ്റെ ഉള്ളിലായിട്ട്, ഇതെല്ലാം സാൻഡാണ്. ഒരു ദുബായ് ഫ്രെയിമിൻ്റെ ഒരുപാട് സോനിയേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പൈസ കൊടുത്ത് വാങ്ങാം. അത്ര അടിപൊളിയൊന്നുമല്ല, ബട്ട് ഓവർ റേറ്റഡ് ആണ് സാധനം. പക്ഷേ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതിനകത്തല്ല ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് നമ്മുടെ ഫോട്ടോയൊക്കെ വെച്ച് വരുവാണെങ്കിൽ ചെയ്തു തരും. കീ ചെയിൻസ് കാര്യങ്ങൾ, പെന്നിൻ്റെ പിറകിൽ ഫ്രെയിം വരണത്, അങ്ങനെ ഒരുപാട്. അത് മാത്രമല്ല ദുബായ് ഫ്രെയിംസിൻ്റെ മാത്രമല്ല, അല്ലാത്ത എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അല്ലാത്ത കുറേ പരിപാടികളുണ്ട്, സംഭവങ്ങൾ. ബുർജ് ഖലീഫ, ബുർജ് അൽ അറബ്, അതിൻ്റെയൊക്കെ ലൈറ്റ് കത്തുന്നതും പസിൽസും കീ ചെയിൻസും അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. കപ്പ്, ഫോട്ടോസ്. സോനിയേഴ്സ് ഏതെങ്കിലും വാങ്ങാമെന്ന് നോക്കി, എല്ലാം ഭയങ്കര വില. പിന്നെ വിചാരിച്ചു നമ്മൾ ദുബായ് ഫ്രെയിംസിൻ്റെ ഫാൻ ബോയ് ഒന്നുമല്ല, അപ്പോൾ വെറുതെ എന്തിനാ സോനിയർ വാങ്ങണേ എന്ന് വിചാരിച്ചു. ഇതിൻ്റെ തിളക്കം കാരണം നോക്കാൻ പറ്റുന്നില്ല. വെയിലടിച്ചിട്ടേ, വെയിൽ ഒരു ചൂട്, അതിന് പുറത്ത് ഇതിൻ്റെ തിളക്കം. തന്നെ ഇവിടെ ഒരു പാർക്കാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വാട്ടർ ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാനൊക്കെ നല്ല രസമുണ്ട് ഏരിയ. ദുബായ് ഫ്രെയിംസിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നേരം ഇരുന്നതും എന്താ ഇവിടെ വാട്ടർ ഫൗണ്ടൈനൊക്കെ തുടങ്ങി. അവിടെ നിന്ന് ഇറങ്ങി സബീൽ പാർക്കിലെത്തി. സബീൽ പാർക്ക് തീരാറായി. അല്ല, വലിയ പാർക്കാണ് കേട്ടോ. ഈ പാർക്ക് ഭയങ്കര വലുതാണ് കേട്ടോ. ഇത്രയും നടന്നിട്ട് തീരണില്ല. നടന്നൊരു പരിപോയി. പിന്നെ ജൈടെക്സിൽ വെച്ച് നടന്നത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. ഇവിടെ വന്നിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ ഇവിടെ പാർക്കിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ഇവിടെ എന്തോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണുണ്ട്. പിന്നെ അതിൻ്റെ അകത്തൊരു പാർക്കിൻ്റെ അകത്ത് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയുള്ള കുറേ സംഭവങ്ങളുണ്ട് പിള്ളേർക്ക്. അത് കുറേ ഇടത്ത് കണ്ടായിരുന്നു. ഇവിടെ കുറച്ച് വലിയ രീതിയിൽ ചെയ്തിട്ടുണ്ട് സംഭവം. ഇവിടെ സ്ക്യൂസി എന്ന് പറഞ്ഞൊരു ഓറഞ്ച് ജ്യൂസിൻ്റെ ഒരു ഇത് കണ്ടായിരുന്നു. ഒരു കപ്പിന് 10 ദിർഹം. ഇവിടെ ഫ്രഷ് ഓറഞ്ചസ് ഇരിപ്പുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് കൊടുത്താൽ ഉടനെ എന്താണ് ഇത് ഫ്രഷായിട്ട് അടിച്ചു തരുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. 10 പിടിക്കാം. ബൈ കാർഡ്, ക്യാഷ് ഇല്ല, താഴെ ക്യാഷ് ഓപ്ഷൻ. പുഷ് ടു സ്റ്റാർട്ട്
അപ്പോൾ ഇതിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു കപ്പ് വന്ന് വീണ കേട്ടോ. ഇവിടെ ഒരു കപ്പ് വന്ന് വീണേ. അകത്ത് ജ്യൂസ് അടിക്കാനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെ കറങ്ങണുണ്ട് അതിൻ്റെ അകത്ത്, റൊട്ടേറ്റ് ആവണുണ്ട്. ഇവിടെ നിന്ന് ഓറഞ്ചൊക്കെ വന്ന് വീഴുന്നുണ്ട് ഇവിടെയൊക്കെ. അതാ ആ ഓറഞ്ച് ഇതാ ഇറങ്ങി വന്നു ഇവിടെ. ഓറഞ്ച് ജ്യൂസ് ആയി, ഇതാ ജ്യൂസും ആയി, ഇതാ ജ്യൂസ് ഇവിടെ വന്നുകൊണ്ടിരിക്കുക. അതെ, ജ്യൂസ് വേറെ പോയല്ലോ. ജ്യൂസ് ഇതാ പിറകിലോട്ട് പോയി. മൂടിയിട്ടോ? അടപ്പം വെച്ച കേട്ടോ. ഇനി അത് പൊക്കിയാൽ മതി എന്ന് തോന്നണം. പൊക്കിയിട്ട് ഇനി നമുക്കത് എടുത്തോ. അങ്ങനെ ഒരു കപ്പ് ജ്യൂസ് കിട്ടി. സ്ട്രോയൊന്നും കിട്ടത്തില്ല. സ്ട്രോയും വന്നു, ഒരു സ്ട്രോയും വന്നു. കൊള്ളാം, നല്ല ഫ്രഷ് ജ്യൂസ്. അങ്ങനെ നടന്ന് മെട്രോ സ്റ്റേഷനിൽ എത്താറായി. അതുകൊണ്ട് ഒരു പെട്രോൾ പമ്പ്. നമ്മൾ ഇതുവരെ കണ്ടത് ദുബായിയുടെ പോർഷ് ഏരിയകളും വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദുബായിലെ ഓൾഡ് ദുബായ് എന്നറിയപ്പെടുന്ന ഏരിയയാണ്. ഇവിടെ മൊത്തം നമുക്കൊരു പഴയ ദുബായിലെ കൾച്ചർ അതുപോലെ പ്രിസർവ് ചെയ്തിരിക്കണമെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഏരിയ, ഓൾഡ് ദുബായ്. അതുപോലെ തന്നെ ഇതിൻ്റെ അത് ഗോൾഡ് സൂക്കുണ്ട്, പെർഫ്യൂം സൂക്കുണ്ട്, സ്പൈസ് സൂക്കുണ്ട്, അങ്ങനെ ഒരുപാട് ഏരിയയാണ്. ഇത് മെയിൻലി ഒരു കച്ചവട സ്ഥലങ്ങളാണ് ഒരുപാട് കാര്യങ്ങളുടെ. ഇതുണ്ടല്ലേ, ഇതുപോലെ തുണികളും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളെല്ലാം പഴയ ഒരു രീതിയിലുള്ളതാണ്, പഴയ ബിൽഡിങ്ങുകളാണ്. ഇതാണ് ഓൾഡ് ദുബായ് ഏരിയാസ്. ഇവിടെ സോനിയേഴ്സും കാര്യങ്ങളും ഉണ്ട്. അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ എല്ലാം ഉണ്ട്. ഈ ഏരിയയിലൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ. നമ്മളവിടെ ജനമൈത്രി എന്നൊക്കെ പറയും പോലെ ആയിരിക്കാം ഇവിടെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ പാർട്ടീഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ സ്റ്റാച്യൂസും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്പൈസസും കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ വയ്ക്കണത്. സ്പൈസസ്, ഡേറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഇവിടെ കുറേ സൗകര്യസും കാര്യങ്ങളും വീണ്ടും ഉണ്ട്. ഈ ഏരിയ ഫുള്ള് കച്ചവടമാണ്. പലതരത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളും, കാർപ്പറ്റ്സും. കാർപ്പറ്റൊക്കെ നമ്മുടെ ഇന്ത്യയിലെ കാശ്മീരിൽ നിന്നൊക്കെ കൊണ്ടുവരണതാണ്. അങ്ങനെ കുറേ ഇതുണ്ട്. പിന്നെ കൂടുതലും ഹിന്ദിക്കാരന്മാരും പാകിസ്ഥാനികളുമാണ് കച്ചവടത്തിന് നിൽക്കുന്നത്. സ്പൈസസും ഇന്ത്യൻ സ്പൈസസാണ് കൂടുതൽ കച്ചവടത്തിന് ഇരിക്കുന്നത്. അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ സാധനം എന്ന് വെച്ചാൽ ഡേറ്റ്സും കാര്യങ്ങളേ ഉള്ളൂ. ഡേറ്റ്സും പിന്നെ കുറച്ച് ടൈപ്പ് ഓഫ്
സ്പൈസസ് മാത്രം. ഇതിൻ്റെ അകത്തൂടെ നടന്ന് തളർന്നു. അങ്ങനെ ഒരു സ്മൂത്തി കുടിക്കാൻ വേണ്ടി ഒരിടത്ത് കയറി. ഇവിടെ നോക്കാം, ഇവിടെ യൂസ് ചെയ്ത പഴയതായ പാത്രങ്ങളാണ് വച്ചിരിക്കണത്. ഇവിടെ ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കണമൊക്കെ ഗ്ലാസ്സാണ്, ചായ കുടിക്കുന്ന ഗ്ലാസ്, അതുപോലത്തെ കുറേ കാര്യങ്ങളാണ്. ലൈറ്റും ഉണ്ട്. ബ്രസീലിയൻ അസായാണ് ഓർഡർ ചെയ്തത്. കൊള്ളാൻ സാധനം. ബ്രസീലിയൻ അസായി എന്ന് പറഞ്ഞൊരു സ്മൂത്തിയാണ്. സ്ട്രോബെറി, ബ്ലൂബെറി, അസായി ബെറി, മാംഗോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സ്മൂത്തി. അത്രയേ ഉള്ളൂ. പഴയ പാത്രങ്ങളാണ്. ഒരു മലയാളിയുടെ ഷോപ്പുമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് വല്ല ആക്രിക്കടയിൽ നിന്ന് എടുത്തുകൊണ്ടോന്നാണെന്ന് അറിയത്തില്ല. മൊത്തം ആക്രി പാത്രങ്ങളുടെ അടിയിൽ ലൈറ്റ് വെച്ച് ചേർത്തിട്ടാക്കിയതാണ്. പിന്നെ നല്ല കപ്പുകളും പാത്രങ്ങളും ഉണ്ട്. അതെ, എന്തായാലും കൊള്ളാം. സ്മൂത്തി കുടിച്ചിട്ടും തീരണില്ല. അമ്മാതിരി സ്മൂത്തി ആയിരുന്നു. അരമണിക്കൂർ ഇരുന്നാണ് കുടിച്ച് ചേർത്തത്. അതിന് വിചാരിച്ച ഓവർ പ്രൈസ് ആണെന്ന്. ബട്ട് കുടിച്ച് ചേർന്നപ്പോൾ മനസ്സിലായി ഭയങ്കര വാല്യൂ ഉണ്ടായിരുന്നെന്ന്. അയ്യോ ഇവിടെ വലയൊക്കെ കെട്ടി തൂക്കിയിട്ടിരിക്കണം. എന്തിനാണെന്ന് അറിയത്തില്ല. കണ്ട ഈ ഒരു ഓൾഡ് എസ്തെറ്റിക്സിലൊരു കോസ്റ്റ കോഫിയുടെ ബിൽഡിങ്. ഇതുപോലെ സ്റ്റാർബക്സിൻ്റെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ കോസ്റ്റ കോഫിയുടെ ബിൽഡിങ്ങാണ്. ഇതൊരു പഴയ ഇതാണെന്ന് ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഒരു എസ്കലേറ്റർ ഉണ്ട് താഴോട്ട് പോകാൻ. ഇതിൻ്റെ താഴോട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ താഴോട്ട് പാർക്കിംഗ് എന്നാണ് അവിടെ എഴുതിയിരിക്കണത്. അപ്പോൾ ഈ ഏരിയയൊക്കെ ഇവർ ബിൽഡ് എടുത്തതായിരിക്കാം ഈ ഒരു ഓൾഡ് ദുബായ് എന്നുള്ള രീതിയിൽ. ബട്ട് ഒരുപാട് ഏരിയാസിൽ പഴയ ബിൽഡിങ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബട്ട് ചില ബിൽഡിങ്സിൻ്റെ ഭാഗങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്ത ക്രാക്സും കാര്യങ്ങളും ആണെന്ന് കാണുമ്പോഴേ കറക്റ്റ് ഐഡിയ കിട്ടും. എങ്ങനെയായാലും കാണാൻ നല്ല രസമുണ്ട്. ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതായാലും ഓജി ആണേലും. കാശ്മീർ എംപോറിയം, കാശ്മീർ ഐറ്റംസ് അതിൻ്റെ അകത്ത്. ഇവിടെ ഇങ്ങനെ ഒരു മോഡൽ വെച്ചിട്ടുണ്ട്. ഒരു ഒട്ടകവും ഒരു അറബിയും ഒരു വണ്ടിയും അതിൽ ലൈറ്റും വണ്ടിക്കകത്ത് മീൻ പിടിക്കാനുള്ള ചൂണ്ടയും. ഇത് എന്തോ വലിയ മീന്. വാവ്, ഇതാണ് ദുബായ് ക്രീക്ക് ഏരിയ. ഇവിടെ നിന്ന് വേണമെങ്കിൽ വാട്ടർ ടാക്സി കിട്ടും, തോണി അങ്ങനെ പറഞ്ഞാൽ മതി. അത് പിടിച്ചു വേണമെങ്കിൽ അപ്പുറത്തോട്ട് പോവാം. അപ്പുറത്ത് ഒരു ഏരിയ ഉണ്ട് കുറച്ചങ്ങോട്ട്, ഇവിടെ അല്ല കുറച്ചങ്ങോട്ട്. അതാണ് ഗോൾഡ് സോക്ക്, പെർഫ്യൂം സോക്ക് ഏരിയാസ്. ഈ ഓൾഡ് ദുബായ് സൈഡ് കഴിഞ്ഞു. അപ്പോൾ ഇനി അപ്പുറത്തെ സൈഡ് പോകാൻ വേണ്ടി ഇവിടെ അബ്ര ബോട്ട് എന്ന് പറഞ്ഞൊരു ബോട്ടുണ്ട്. അതിലോട്ടാണ് ഇനി കയറാൻ പോകുന്നത്. 1-2 ദിർഹമേ ഉള്ളൂ. അപ്പോൾ അപ്പുറത്ത് പോയിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. അബ്ര ബോട്ട് തപ്പി നടക്കാം. അങ്ങ് അറ്റത്താണെന്നാണ് പറയണത്. അങ്ങ് പോകണം. ഇവിടെ ഈ വഴിയിലുള്ള മരങ്ങളിലെല്ലാം ലൈറ്റ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ടർക്കിഷ് ഐസ്ക്രീം കച്ചവടം. പയ്യൻ വേണമെങ്കിൽ ഐസ്ക്രീം കൊടുക്കാത്തതുകൊണ്ട്.
അവൻ കോള് കിട്ടിയത് അതെങ്കിലും കിട്ടില്ല എന്നാണ് ഇതാ പോളൂ. Ada isitan pelit tuh kok, pemilih kok kayak ulitan kok. Security boy. Going take. അത് വേറെ ഐസ്ക്രീമാണ്, ഇത് വേറെ ഐസ്ക്രീം. അറ്റ് ലാസ്റ്റ് അബ്ര ബോട്ടുള്ളിടത്ത് എത്തി. ഇവിടെയാണ്, ക്യൂ ആണ്. ഫസ്റ്റ് 1-2 ബോട്ട് ഇപ്പം പോവും. ക്യൂ നിന്നിട്ട് കുറച്ച് നേരമായി. അപ്പം അടുത്ത ബോട്ട് വരുമ്പോൾ തന്നെ നമ്മളാണ് പോകാൻ പറ്റുക. ഇവിടെയും മെട്രോ കാർഡ് മതി, നമ്മുടെ നോൾ കാർഡ് മതിയാവും ടിക്കറ്റ് എടുക്കാൻ. ഇവിടെ ടാപ്പ് ചെയ്താൽ മതി. കയറി, വണ്ടിയിൽ കയറി, അബ്ര ബോട്ടിൽ കയറി. എന്നാലും ഇതിലും നോൾ കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. ഇത് RTA ആണ് കേട്ടോ, റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റീൻ്റെ, ഗവൺമെൻറ്റിൻ്റെ. അതുകൊണ്ട് ആയിരിക്കാം കാർഡ് യൂസ് ചെയ്യാൻ പറ്റണം. വണ്ടി എടുത്തിട്ടില്ല, ഇപ്പോൾ എടുക്കാം. വന്നു ഡ്രൈവർ വന്നു, വണ്ടി എടുത്തു. ഇത്ര നേരം റിവേഴ്സിലായിരുന്നു, അപ്പം അത് വണ്ടി തിരിച്ചു. ഓപ്പോസിറ്റ് കൊണ്ട് നിർത്തും. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. സ്ഥലമെത്തി. പിന്നെ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും. അങ്ങനെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. 2 ദിർഹം പോയി കേട്ടോ. നോൾക്കാടിൽ നിന്ന് 2 ദിർഹംസ് പോയിട്ടുണ്ട്. എന്നാലും അടിപൊളി തന്നെ. 2 ദിർഹം നോൾക്കാടിയിൽ നിന്ന് എടുത്തു എന്ന് പറയുമ്പോൾ അതും ഒരു നോർമലൊരു ബോട്ടാണ്. ഇവിടെ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ വെച്ചാൽ ഇവിടുത്തെ ചെടിക്ക് വെള്ളം അടിക്കുന്നതും പരിപാടികളും എല്ലാം. അപ്പം ഒരുപാട് കാടായിട്ട് നിൽക്കുന്നിടത്തൊന്നും പ്രോപ്പർലി അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തെടുത്ത് പ്രോപ്പർലി അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇവിടെ വേറെന്താ പണി നടക്കണുണ്ട്. ദുബായ് ക്രീക്കിൻ്റെ എന്തോ ഒരു പണി. അതുപോലെ റോളക്സിൻ്റെ ഒരു ബിൽഡിങ് ഷോറൂം വല്ലതും ആണെന്ന് തോന്നുന്നു. അപ്പം ഈ ഏരിയ എങ്ങനെയാണ്, ഗോൾഡ് സൗക്കൊക്കെ എവിടെയാണെന്നോ, അതിനി അങ്ങ് നടക്കണമെന്നോ, നോ ഐഡിയ. നടന്ന് ഗോൾഡ് സൗക്കിലോട്ട് എത്തിയില്ല. ഗോൾഡ് സൗക്കിൽ ഇനിയും 1 കിലോമീറ്റർ നടക്കണം. ഇനി നടക്കാൻ വയ്യ. അങ്ങനെ വഴിയിൽ വന്നപ്പോൾ ഒരു ക്രൂയിസ് ഡിന്നർ ഉള്ളൊരു ബോട്ട്, അതായത് എന്താ പറയുക, ബോട്ട് ഇതിലെ കൂടെ റൈഡ് ചെയ്യും. 2 മണിക്കൂർ റൈഡുണ്ട്. വിത്ത് ഡിന്നർ ആണ്, നൈറ്റ് ഡിന്നറാണ്, അൺലിമിറ്റഡ് ബൊഫേ. പിന്നെ 3 എൻ്റർടൈൻമെൻറ്റ് ഷോ എന്തോ ഉണ്ടെന്ന് പറയണം. താഴെ AC, മുകളിൽ ഓപ്പൺ എയർ. ഇതാണ്. അപ്പുറത്തെ സൈഡിൽ നിന്നും കുറേ പേര് വിളിച്ചുകൊണ്ടിരുന്നു. അത് 50 ദിർഹമായിരുന്നു. ഇത് ആക്ച്വലി 60-70 ദിർഹത്തിന് ഇവർ കൊടുക്കണമായിരുന്നു. ഇപ്പോൾ അവസാന നിമിഷം ആളില്ലെന്നായപ്പോൾ ഒരു വില കുറച്ച് കൊടുക്കണതാണ്. അപ്പോൾ 45 ദിർഹത്തിന് അവർ കയറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ 45 ദിർഹത്തിന് ഇതിൽ കയറാൻ പോവാം. ഇനി അങ്ങ് ഗോൾഡ് സൗക്ക് വരെ നടന്നു പോകാൻ വയ്യ. അവിടെ പോയി 2-3 പെർഫ്യൂമൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പെർഫ്യൂം ചോദിച്ചിരുന്നു. അപ്പോൾ അവിടെ പോകണമെന്ന് വിചാരിച്ചാണ്. അവിടെയാണ് പോയി വില കുറവായിരിക്കും. ബട്ട് ഇനി പോകണില്ല, നടക്കാൻ വയ്യ. 80 ദിർഹത്തിന് 2 പേരെ അലോ ചെയ്തു കേട്ടോ. 40 ഈച്ച്. ബോട്ടിൽ ബൊഫെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ബൊഫെ റെഡി ആയിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ സെർവ് ചെയ്ത് തുടങ്ങും. സെർവ് ചെയ്തല്ല, അനൗൺസ് ചെയ്യും. ഈ ഫുഡുകളെല്ലാം ഉണ്ട് ഇവിടെ.
സെറ്റല്ലേ? ഫുഡ് കൊടുക്കുന്നത് സ്റ്റാർട്ടായി. അപ്പോൾ ക്യൂലേക്കാണ്. തട്ടിക്കൂട്ട് സെറ്റപ്പൊന്നുമല്ല, അടിപൊളി ഫുഡാണ്. സെറ്റപ്പ്. വണ്ടി അനങ്ങി തുടങ്ങി കരയിൽ നിന്ന്. 8:30 എടുക്കുമെന്ന് പറഞ്ഞാണ്. ഒരു മണിക്കൂർ അടുപ്പിച്ച് ഇവിടെ എടുത്തില്ലേ? ഇപ്പം എടുത്തു. ദുബായിൻ്റെ ഈ വ്യൂവും കണ്ടുകൊണ്ട് ഫുഡും കഴിച്ചുകൊണ്ട് പോകണം. ഈ ബോട്ടിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുകളിൽ ഒരുപാട് വ്യൂ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലുണ്ട്. അതുപോലെ വീണ്ടും മുകളിൽ കയറാം കേട്ടോ. ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ട്രക്ചർ. ഓ, ക്യാപ്റ്റൻ ഇതായിരിക്കുന്നു. ക്യാപ്റ്റൻ റാങ്കോ എന്താണ്? ഇവിടെ നിന്നും കാണാൻ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. താഴെയാണെങ്കിൽ AC റൂം എന്നൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. الاعلى اجرام في القبر مصبري ما فضلش في صف انا عايز البيضة كامبري لا عايز السمرة كامبري كل الوقت كامبري ولا كل البطلة كامبري ساعة كامبري وساعة كده كامبري وانا بحاول بس مش فاكر اسمها اصلا كامبري شيكي شيكي صح ويكي ويكي من بدري عليكي اقطع ما بحبكيش لما تبدي. ഹായ്. അപ്പോൾ അതിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. സമയം ഇപ്പോൾ 11 മണിയായി. 11:30 മെട്രോ ക്ലോസ് ചെയ്യും. ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ അപ്പുറമാണ് മെട്രോ. 1/2 മണിക്കൂർ കൊണ്ട് 1.5 കിലോമീറ്റർ നടക്കണം. മെട്രോയിലെത്തണം, കയറി പോകണം. മെട്രോ കിട്ടിയില്ലെങ്കിൽ ടാക്സി വിളിക്കേണ്ടി വരും. അതാണ് അവസ്ഥ. ഇവർ 8:30 എടുക്കുമെന്ന് പറഞ്ഞതാ. എന്താ ബോട്ട് എന്തെല്ലാം ആവട്ടെ, 8:30 എടുക്കും. 2 മണിക്കൂറിൽ തിരിച്ചു കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ എടുത്തപ്പോൾ 9:15 കഴിഞ്ഞു. അല്ലേ 9:15 കഴിഞ്ഞല്ലേ?
9:15 അതെ, അതാണ് പ്രശ്നമായത്. അപ്പോൾ ഇന്നത്തോടെ 6ാമത്തെ ഡേയും കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഇനി ബാക്കി അപ്ഡേറ്റുമായി ബാക്കി ദിവസങ്ങളിൽ കാണാം.